അനുദപിക്കുന്ന പാപികളുടെ നിത്യസങ്കേതമായ ദൈവമേ, ഞങ്ങളെ പാപമോചനത്തിനായി ഈ പനിനീറിനെ ആശീർവദിക്കണമേ. ഈ ജലത്താൽ തന്നെ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. സുഗന്ധദ്രവ്യങ്ങളുടെ പരിമള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാപമോചനത്തിനുമായി ഈ ചന്ദനത്തിരികൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരുന്നതുപോലെ ഞങ്ങളുടെ പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ഞങ്ങളെ രക്ഷിക്കണമേ. ശക്തിയും മഹത്വവും സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മൈനീയമായ തൃത്വത്തിന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. ജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. പരിചയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന്റെ സ്തുതി. ജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും അവന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. ആദ്യം മുതൽ ജീവിതം പുൽക്കൊടിക്ക് തുല്യമാവുന്നു. പരിചയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന്റെ സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. മണ്ണിൽ നിന്ന് ആദത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉത്ഥാനം വഴി നവീകരിക്കുന്നതിനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. എന്റെ ജീവിതം നിന്റെ മുൻപിൽ എത്ര നിസ്സാരമാകുന്നു. മനുഷ്യനോ നിക്ഷേപം കൂട്ടുന്നു, അത് ആർക്കു വേണ്ടിയെന്ന് അവർ അറിയുന്നില്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മനോദയരാക്കുകയും ദയാധിക്യത്താൽ ഉയർപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. അഴകും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോടു വാണിടുവാൻ ദാസനു വരമിന്നരുളേണം. ലോകം വ്യർത്ഥം സകലേച്ച ഞങ്ങൾ കരുളുക നവജീവൻ. മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ.
അരുൾ ചെയ്തില്ലേ തിരുനാഥൻ ദൃഢമായ എന്നിൽ വിശ്വാസം നിക്ഷേപിക്കും മനുജനു ഞാൻ അന്തിമ ദിവസമുയർപ്പേകും. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു, പൗലോസിന്റെ വാക്യങ്ങൾ ശാന്തിയിലു പകർന്നിടുന്നു. ഭക്ത്യത പുണരുന്നു, ക്ഷയമുള്ളോ രക്ഷയനാകുന്നു. ഭക്ത്യതയേവം സകലേശം നിരരാം നൂതനമാക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നൃപനാം മിശിഹാ കർത്താവേ, വാഴ്ത്തിപ്പാടി നമിക്കുന്നേ. വിശ്വത്തിന്റെ വിധാതാവേ, നൽകണമേ പുനരുദ്ധാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. ആദിമുതൽ എന്നേക്കും ആമേൻ. മഹിമയുടെ വിധി നാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയുടെ ഉത്തരവേ നല്ലവരൊത്തു വലംഭാവേ നൽകണമേ നിത്യായുസ്സിൻ പരമോന്നതമാം പരിവേഷം. എന്റെ സഹോദരൻ പൗലോസ്ലിയ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ലേഖനം 4-13 മുതൽ 18 വരെയുള്ള തിരുവചനങ്ങൾ. എന്റെ സഹോദരനെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുത് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റുവെന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോട് ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാനമാലയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാവളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നെഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യ വീട്ടിൽ നിൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവനോടുള്ള മേഘങ്ങൾ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. കർത്താവിലും ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ. എന്റെ അപേക്ഷ നീ കേൾക്കണമേ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. ഏറ്റവും ബഹുമാനപ്പെട്ട ആദരണീയരായ വൈദികരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, അമ്മച്ചിയുടെ വേർപാടിൽ ദുഃഖം അനുഭവിക്കുന്ന പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, ബഹുമാനപ്പെട്ട തോമസ് അച്ഛൻ, സലിനച്ഛൻ, ഇവിടുത്തെ സമൂഹത്തിന്റെ പേരിലുള്ള അനുശോചനം നിങ്ങളെ പ്രത്യേകമായി അറിയിക്കുകയാണ്. നവംബർ 2-ാം തീയതി മരിച്ചവരുടെ തിരുനാൾ സഭ ആചരിക്കുകയും പൂർവികന്മാരെ അനുസ്മരിക്കുകയും ചെയ്ത ദിവസമാണ്. നിടവക ദൈവാലയത്തിലെ വിശുദ്ധ കുർബാനയും അനുസ്മരണ പ്രാർത്ഥനകളും സെമിത്തേരിയിൽ പരേതർക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക പ്രാർത്ഥനയും പൊതുവായ മന്ത്രയും കഴിഞ്ഞപ്പോൾ ഈ ഇടവക സമൂഹത്തിലെ ഏറ്റവും പ്രായം ചെന്നവരിൽ
ഏതാനും പേരുടെ പ്രതിനിധിയായി നമ്മുടെ ഇടയിൽ നിന്ന് നല്ലൊരു ദിവസം ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഈ അമ്മച്ചിയുടെ ആത്മാവ് സംവഹിക്കപ്പെട്ടു എന്നുള്ളതിൽ നമുക്ക് സന്തോഷിക്കാം. സഭയുടെ കാഴ്ചപ്പാടും പാരമ്പര്യവും അനുസരിച്ചുള്ള കുമ്പസാരവും വിശുദ്ധ കുർബാന സ്വീകരണവും രോഗീലേപന ശുശ്രൂഷയുമെല്ലാം ഒരാഴ്ച മുൻപേ സ്വീകരിച്ച് നന്നായിട്ട് ഒരുങ്ങി നമ്മുടെ ഇടയിൽ നിന്ന് ഈ അമ്മ യാത്രയായി. നമ്മളെ ഇങ്ങനെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. കണ്ണേ മടങ്ങുക, കരിഞ്ഞും അലിഞ്ഞും ആശു മണ്ണാകും ഈ മലര് വിസ്മൃതമാകും ഇപ്പോൾ. എണ്ണീടുകാർക്ക് താൻ ഇതുതാൻ നമുക്കും ഗതി. അതാണ് അങ്ങനെയാണ് ബൈബിളിൽ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള വചന സന്ദേശം നമുക്ക് നൽകുന്നുണ്ട്. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു, വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. ചുടുകാറ്റടിക്കുമ്പോൾ അത് വാടിപ്പോവുകയും ചെയ്യുന്നു. അത് നിന്നിരുന്ന സ്ഥലം പോലും അജ്ഞാതമായി തീരും. മനോഹരമായ റോസപുഷ്പത്തെക്കുറിച്ച് ഇതിനോടനുബന്ധമായി കവി എഴുതി വെച്ചത് അങ്ങനെയാണ്. മണ്ണോട് മണ്ണായി തീരുന്ന, കരിഞ്ഞ് ഇല്ലാതായി തീരുന്ന റോസപുഷ്പത്തെക്കുറിച്ചാണ്, നശ്വരതയെക്കുറിച്ച്. കള്ളൻ ഏത് സമയത്ത് വരുമെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ, ഉണർന്നിരിക്കുവിൻ എന്ന സന്ദേശമാണ്. ദൈവരാജ്യം മണവാളനെ എതിരേൽക്കുവാൻ കാത്തിരുന്ന 10 കന്യകമാർക്ക് സദൃശ്യം എന്ന് സുവിശേഷകൻ സാക്ഷ്യപ്പെടുത്തുമ്പോൾ അവിടെ 5 പേരെയാണ് വിവരമുള്ളവരായി സുവിശേഷകൻ അവതരിപ്പിക്കുക. മണവാളൻ വരാൻ വൈകും എന്നതുകൊണ്ട് അണഞ്ഞുപോകാത്ത തിരിക്ക് വേണ്ടി എണ്ണയും കൂടുതൽ കരുതിയ വിവേകമുള്ള 5 കന്യകമാരുടെ കഥ അവിടെ പറയുന്നുണ്ട്. നമ്മുടെ ജീവിതവുമായി വളരെ അടുത്ത് ചേർത്ത് വെച്ച് ചിന്തിക്കേണ്ട വചനഭാഗങ്ങളാണിതെല്ലാം. ദീർഘകാലം 96 വയസ്സ് ഈ ലോകത്തിൽ ജീവിക്കുവാൻ ദൈവം അനുവദിച്ച ഒരു ജീവിതം സാർത്ഥകമായ ഒരു ജീവിതമായിരുന്നു എന്ന് ഒറ്റ വാക്കിൽ പറയാം. ആ കുടുംബത്തിന്റെ ചരിത്രങ്ങൾ അങ്ങനെയാണ്. വലിയ സമ്പന്ന പാരമ്പര്യമില്ലാത്ത ഒരു കുടുംബം, സാധാരണക്കാരുടെ കുടുംബം. ആ കുടുംബത്തിൽ വിവാഹിതയായി 6 മക്കളെ ഉദരത്തിൽ വഹിക്കുവാൻ ഭാഗ്യം ലഭിച്ച ഒരു സ്ത്രീത്വമാണിത്. ആ കുഞ്ഞുങ്ങളെ കർത്താവിനോട് ചേർത്ത് നിർത്തി വളർത്തി എല്ലാവരും പല മേഖലകളിലും വേറിട്ട് നിൽക്കുന്ന വ്യക്തിത്വത്തിന്റെ ഉടമസ്ഥരാണ്. രാജ്യരക്ഷ കാര്യങ്ങളിൽ സേവനം ചെയ്യാൻ ഒരു മകൻ, സഭയുടെ രക്ഷയ്ക്ക് വേണ്ടി സഭാ ശുശ്രൂഷ ചെയ്യുവാൻ 2 മക്കൾ, നാട്ടിലും വിദേശത്തും. അതും വളരെ വ്യത്യസ്തമായിട്ടുള്ള അജപാലന ശുശ്രൂഷ നടത്തുന്ന 2 പേരും. അതേ കുടുംബത്തിൽപ്പെട്ട മറ്റുള്ളവരൊക്കെ കോട്ടയം അതിരൂപതയിൽ സംഘടനാ പ്രവർത്തനങ്ങളിൽ സജീവമാണ്. മക്കളും മക്കളുടെ മക്കളും. എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് യേശു വീണ്ടും പറയുന്ന നല്ല വൃക്ഷത്തിന്റെ ഉപമയിലേക്ക് നമ്മൾ കടന്നു പോകേണ്ടി വരും. എപ്പോഴും പറയുന്നുണ്ട്,
നല്ല വിത്തിൽ നിന്ന് നല്ല വൃക്ഷങ്ങൾ രൂപപ്പെടുന്നു. നല്ല വൃക്ഷങ്ങളിൽ നിന്നാണ് നല്ല ഫലങ്ങൾ ഉണ്ടാവുക. ഈ അമ്മയുടെ ചരിത്രപരമായ ജീവിതം പരിശോധിക്കുമ്പോൾ എല്ലാവർക്കും മുൻപിൽ നല്ല വിത്തായും അതിൽ നിന്നുമുണ്ടായ നല്ല വൃക്ഷമായും ഈ സമൂഹത്തിൽ ജീവിക്കുവാനും ആ വൃക്ഷത്തിൽ നിന്ന് നല്ല ഫലങ്ങളായ മക്കൾക്ക് ജന്മം കൊടുക്കുവാനും ഭാഗ്യം ലഭിച്ച ഭാഗ്യവതിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇടയിൽ നിന്ന് ഇവര് പോകുമ്പോൾ അവര് തെളിച്ചു വെച്ച ആ നല്ല ജീവിതത്തിന്റെ, നന്മയുടെ ജീവിതത്തിന്റെ ബഹിസ്ഫുരണങ്ങളും അതൊരു പ്രസരണങ്ങളായി നമ്മുടെ ഇടയിൽ ഒരു മാതൃകയായി നമുക്കിടയിൽ ഉണ്ടാകണം എന്ന യാഥാർത്ഥ്യ ബോധം കൂടി ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ നമുക്കുണ്ടാകട്ടെ. ഇവിടെ ജീവിക്കുവാനും ആ ജീവിതത്തിനിടയിൽ അതൊക്കെ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനുമുള്ള പരസ്നേഹത്തിന്റെ ജീവിതം അവരിലൂടെ പലപ്പോഴും പുറത്തു വന്നിരുന്നു. ഇതിനെല്ലാം അവർക്ക് ശക്തി നൽകിയത് ഒരുപക്ഷെ അവരുടെ പ്രാർത്ഥനാ ജീവിതവും കൂദാശകളിലുള്ള അവരുടെ താല്പര്യവുമായിരുന്നു എന്ന് കാണുവാൻ കഴിയും. മക്കളച്ഛന്മാരൊക്കെ വരുമ്പോഴും മിക്കവാറും വിശുദ്ധ കുർബാന സ്വീകരിക്കുവാൻ അവർക്ക് അവസരം ലഭിച്ചു, ഭാഗ്യം ലഭിച്ചു. പ്രാർത്ഥനയിലൂടെ നിരന്തരം വളരുവാൻ ആ വീടിന്റെ അകത്തെ മുറിയിൽ പ്രാർത്ഥന ചൊല്ലി തീർത്ത ഒരു ജീവിതമാണിത്. വർഷങ്ങളായി ഈ കാലഘട്ടങ്ങൾ മുഴുവനും ദൈവാലയത്തിൽ വരാനാകാതെ കഴിഞ്ഞുകൂടിയപ്പോഴും അവരുടെ മനസ്സിന് ദൈവികമായ സ്പന്ദനം ഒരുപക്ഷെ അനുഭവപ്പെട്ടത് പ്രാർത്ഥനാ മുറിയിലെ അവരുടെ രഹസ്യ പ്രാർത്ഥനകളിലൂടെയാണ്. ആത്മാവിന് പോഷണം നൽകിയ പ്രിയപ്പെട്ട വൈദികരെ, പ്രിയപ്പെട്ട ദൈവാലയമേ, ഞാൻ നിനക്ക് വന്ദനം പറയുന്നു. എത്ര അന്വർത്ഥമായിട്ടുള്ള വചനമാണ്, വാക്കുകളാണിവ. അതൊരു ജീവിതത്തിൽ ജീവിച്ച് അനുഭവിച്ച് ആസ്വദിച്ചവർക്ക് മാത്രം ഇവിടെ നിന്ന് കേട്ടുമടങ്ങുവാനായിട്ടുള്ള വാക്കുകളാണ്. ഇനിയുള്ള നാളുകളിൽ ഈ കുടുംബത്തിനും ഈ നാട്ടിലെ മനുഷ്യർക്കും പ്രചോദനമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗാന്ധിജി പറഞ്ഞുവല്ലോ, എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം. ഈ ലോകത്തിൽ നിന്ന് വളരെ അപ്രതീക്ഷിതമായി നമ്മൾ ഇല്ലാതാകുമ്പോൾ മറ്റുള്ളവർക്ക് അതൊരു വാർത്തയാകണമെന്ന് വരികിൽ ഈ ഒരു ആപ്തവാക്യം നമ്മളിലൂടെ മറ്റുള്ളവരിലേക്ക് എത്തണം. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം. ജീവിക്കാൻ വ്യഗ്രതപ്പെടുകയും മരണത്തെക്കുറിച്ച് ചിന്തിക്കാൻ പിശുക്ക് കാണിക്കുകയും ചെയ്യുന്ന ഇന്നത്തെ തലമുറയിൽ ഇങ്ങനെയുള്ള നല്ല ദൈവവചനങ്ങളും മഹാരഥന്മാരുടെ സന്ദേശങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുമ്പോൾ വിവേകമതികളായ 5 കന്യകമാരെ പോലെ നമ്മളും മണവാളനെ എതിരേൽക്കുവാനുള്ള ഒരു ഗണത്തിൽ ചേർക്കപ്പെടും എന്ന ശുഭാപ്തി വിശ്വാസത്തോടുകൂടെ ഈ അമ്മയുടെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും കുടുംബാംഗങ്ങൾക്കെല്ലാവർക്കും ആത്മാവിനടുത്ത അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ടും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഭക്തിയോടും കൂടെ നിന്ന് കർത്താവേ, ഈ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായെ, നിന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ടു പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദത്തിന്റെ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തായിൽ നിന്റെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന്
നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവുത്ഥാനം വഴി മനുഷ്യവർഗത്തിനും പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായി, വിധി ദിവസത്തിൽ നിന്റെ മഹത്വത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ലാസറിന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തിയ മിശിഹായെയും കരയുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നവനുമായ മിശിഹായെ, നിന്റെ ദാസിയുടെ പാപങ്ങൾ പൊറുക്കുകയും അയാളുടെ കുടുംബാംഗങ്ങളെയും ചാർച്ചക്കാരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ നിഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചുകളെയും ചെയ്യുമാറാകട്ടെ. നിന്റെ മൈനീയമായ ധൃതത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മനത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സ്തുതിയർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മനത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധമായ സർവേശ്വര എന്നേക്കും. അന്നൊരു ദിവസം ബെസനിയായിൽ സോദരിമാരാം മറ്റാമറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. മരണമടഞ്ഞൊരു സോദരനെയും ചിന്തിച്ചടലിൽ നെടുവീർപ്പിട്ടു കരഞ്ഞു കരഞ്ഞ കണ്ണുകൾ കാണൂ. ജീവനുമുയരും ഞാനാകുന്നു, കരയരുദേവം കരുണയോടന്തികമാർന്ന കിലേശൻ ശാന്തി പൊഴിഞ്ഞു. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി, എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശുദ്ധരായ ഭൃത്യർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്കും ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തെ
കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. സ്നേഹിച്ചു മുത്തങ്ങൾ തന്ന പൈതങ്ങളെ പാതയോരത്താക്കി പിരിയുന്നു മൂകമായി കരുണാമയൻ കൂട്ടായി വരും. സ്നേഹിച്ചു മുത്തങ്ങൾ തന്ന പൈതങ്ങളെ പാതയോരത്താക്കി പിരിയുന്നു മൂകമായി കരുണാമയൻ കൂട്ടായി വരും. പരലോകവാടിയിൽ കാണാം വീണ്ടും യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ വേദനിപ്പിച്ചെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. കൂടാരം വേടിയും കുഞ്ഞാടു ഞാൻ. വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ വേദനിപ്പിച്ചെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. കൂടാരം വേടിയും കുഞ്ഞാടു ഞാൻ. ഈ ലോകവാസം പുൽക്കൊടി പോലെ യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. അവൻ
രാജമാരുടെ രാജ്യത്ത് പ്രവേശിപ്പിക്കണമേ. മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ മനുഷ്യനാക്കുകയും ചെയ്യുന്ന ദൈവമേ, നിന്റെ വിശുദ്ധന്മാർ വിശ്രമം കൊള്ളുന്ന കബറിടമേ എത്ര മനോഹരമാകുന്നു. വിശുദ്ധമാമോദീസായാൽ മുദ്രിതവും പരിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടവും വിശുദ്ധ തൈലത്താൽ അഭിഷിക്തവുമായ ശരീരത്തിന് അങ്ങയുടെ ദൈവപുത്രന്റെ രണ്ടാമത്തെ ആഗമനം വരെ വിശ്രമം നൽകേണ്ട ഈ കബറിടം അങ്ങ് പൗത്രീകരിക്കണമേ. ജീവന്റെയും മനസ്സിനെയും നാഥനും പിതാവുമത്തനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. നീയാളെ ആശ്വസിപ്പിക്കണമേ. അതിനെ കഴുകാൻ മഞ്ഞിനേക്കാൾ മൺമയുള്ളവനാകും. കർത്താവേ, നിന്റെ അനുഗ്രഹത്തിന് തിരിച്ചെടുത്താൽ ഈ കബറിടം പൗത്രീകരിക്കണമേ. നമ്മെ ഇഷ്ടപെട്ടുന്ന സ്ത്രീയും ബഹുമാനവും സമർപ്പിക്കാം. മനുഷ്യ നീ കുടിക്കാവുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങും എന്നറിയിച്ചത് സകലത്തിന്റെയും നാഥനായ ദൈവം നിന്റെ ഉയർപ്പിന്റെ മഹത്വത്തോടുകൂടെ അവസാന ദിവസം തന്റെ വലത്ത് ഭാഗത്ത് നിർത്തട്ടെ. നീ അമ്മ സ്വീകരിച്ച വിശുദ്ധ കുർബാനകൾ അത്യുന്നത ദൈവത്തിന്റെ ന്യായാസനത്തിങ്കൽ അമ്മയെ സഹായിക്കട്ടെ. ജീവന്റെയും മനസ്സിന്റെയും നാഥനും പിതാവുമ്പത്തനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. എന്റെ കർത്താവേ, നിന്നെ ഞാൻ മഹിമയോടന്തിമവിധിനാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയോടെ നിർത്തണമേ നല്ലവരത്തോരം ഭാഗ്യേ. കർത്താവേ, നിന്നെ ഞാൻ ആശ്രയിച്ചു. കർത്താവേ, നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അവിടുന്ന് ഞങ്ങൾക്ക് ഉദ്ധാനം രക്ഷയും നൽകുന്നു. ആകാശഭൂമി നിലവാകുന്നു, ആകാശഭൂമി ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവനഭയം നീ നൽകണമേ മൃതനായുസ്സും. അവരാനന്ദകീർത്തനങ്ങൾ പാടും ഹൃദയാന്തരയുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലെ. മാമോദീസ വഴിയങ്ങേ സുരരാണവരും നോക്കണമേ. മൃതരാമെന്നിൽ കനിയേണം, ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. ആദ്യം മുതൽ എന്നേക്കുമാമേ. സർവ്വാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോമിശിഹ ഞങ്ങളിതാ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. ഉദ്ധാരം നീയേകുന്നു, നാഥാ ഞങ്ങളുടെ ആത്മാവും രക്ഷിക്കുന്നവനല്ലോ നീ. ആമേൻ, ആമേൻ എന്ന് ഘോഷിക്കുകയും സർവേശ്വരാ നീ പരിശുദ്ധൻ, ബലവാനേ നീ പരിശുദ്ധൻ, നിത്യനമസ്തൻ പരിശുദ്ധൻ, നിൻ കൃപ ഞങ്ങൾ തേടണമേ. പാവനിക്ക് പറഞ്ഞു കൊടുത്ത അവളെ വിശുദ്ധീകരിച്ച കർത്താവേ, നിന്റെ അനുഗ്രഹത്താൽ മരിച്ചവരെ വിശുദ്ധീകരിക്കണമേ. മാലാഖമാരോടുകൂടെ സ്വർഗത്തിൽ നിന്നെ സ്തുതിക്കുവാൻ അവരെ യോഗ്യരാക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവുപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ശ്വാസം കൊടുക്കുന്നവനുമായ കർത്താവേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുകയും പോറ്റുകയും ചെയ്യുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവുമ്പത്തനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ. മഗ്ദലമറിയമണിഞ്ഞൊരുവൻ മഹിമതുതിയോടെ. കർത്താവിൻ ദാസീനാളിൽ കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ. മഗ്ദലമറിയമണിഞ്ഞൊരുവൻ മഹിമതുതിയോടെ. മർമ്മലചരിതകളാം സാറായേലീശ മർത്തയോടും കൂടെ കടത്തിയിലുത്ഥാനം നിരരം കനിവാർന്നരുളട്ടെ കർത്താവകേശൻ. കർത്താവിൻ ദാസീനാളിൽ കാഹള
രാത്രിനാളെ കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ മഗ്ദലമറിയമണിഞ്ഞൊരുവൻ മഹിമസ്തുതിയോടെ ഞാൻ തേടി വിളിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. കാട്ടലിൽ നടക്കുന്ന മാറ്റകളെ പോലെ കർത്താവേ നിന്നെ ഞാൻ തേടി വിളിക്കുന്നു. ജീവനായ ദൈവത്തെ ഞാൻ ദാഹിക്കുന്നു, ഞാൻ എപ്പോൾ എന്റെ ദൈവത്തെ കാണും. രാവും പകലും ഞാൻ കണ്ണീര് കുടിക്കുന്നു, എന്തുകൊണ്ടെന്നാൽ നിന്റെ ദൈവം എവിടെയെന്ന് അവർ നിത്യവും എന്നെ പരിഹസിക്കുന്നു. എന്റെ ആത്മാവെ നീ എന്തിനു നിരാശപ്പെടുന്നു, നീ എന്തിനു വിഷാദിച്ചു കലങ്ങുന്നു, നീ ദൈവത്തിൽ ആശ്രയിക്കുക. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കാട്ടലിവിലെ നടക്കുന്ന മാറ്റകളെ പോലെ കർത്താവേ നിന്നെ ഞാൻ തേടി വിളിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവരെ നിന്റെ തിരുനാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. സജീവവും ജീവദായകവുമായ ശബ്ദരാസ്വരപ്പിച്ച കർത്താവേ, ആ ശബ്ദം അകയമായ നിധിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസിയെ വിളിക്കുകയും നിന്റെ വലത് ഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരാ. കർത്താവേ, മനുഷ്യരെ കർത്താവിനോട് ജീവിക്കണമേ, ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ. ഉദ്ധാരം പ്രതീക്ഷിച്ച മക്കളുടെ മഹിമയോടെ ജീവിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരാ. ദൈവം തന്റെ നീതിമാന്മാരോടും വിശുദ്ധരോടും കൂടെ ഉപകൃഷ്ടമായി ഉയർത്തുന്നു. മമനീയമായ ജീവനും നൽകിയ സ്വർഗരാജ്യമാകുന്ന ഓർമ്മയിലേക്ക് ഇയാളെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപെട്ടുപോയ മിശിഹായുടെ മൗലിക ശരീരത്തിലെ ഈ അംഗത്തെ അനുഗമിക്കുകയും ഈ മൃതസംസ്കാരത്തിന് സഹകരിച്ച് ഇയാളെ ബഹുമാനിക്കുകയും ചെയ്ത നിങ്ങളെല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നിങ്ങളിൽ വസിക്കുകയും അവിടുത്തെ കാരുണ്യം നിത്യം നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സഹോദരങ്ങളെ, ഈ അമ്മയുടെ മൃതസംസ്കാരത്തിൽ അങ്ങ് സഹകരിച്ച് ഞങ്ങളോട് പ്രാർത്ഥിക്കുവാനും ഞങ്ങൾക്ക് ധൈര്യം പകർന്നു തരുവാനും വിശ്വാസം ഉറപ്പിക്കുവാനും നിങ്ങൾ ചെയ്ത ത്യാഗത്തിനും സ്നേഹത്തിനും ഞങ്ങൾ ഓരോരുത്തരും നിങ്ങളോട് നന്ദി പറയുന്നു. ഈ ഇടവകയും ഇടവംഗങ്ങളും ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. നിങ്ങൾ എന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്നറിയാം. എല്ലാത്തിനും വളരെയധികം നന്ദി. തുടർന്ന് നമുക്ക് ഈ സ്നേഹത്തിലും സഹകരണത്തിലും മുന്നോട്ട് പോയതാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതം. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാത്തിനും ഒരിക്കൽ കൂടി നന്ദി. ആയിരം തിരിയുള്ള മണിവിളക്കായി നീ ആത്മാവിലെന്നും തെളിഞ്ഞു നിൽക്കും. അന്തിമയാത്രയല്ലോ ഞങ്ങളേകും നിതാ വന്ദനം. ഹൃദയപൂർവം ചുംബനപ്പൂക്കൾ കണ്ണീരുമായി ഞങ്ങളേകുന്നിതാ. ഹൃദയപൂർവം ചുംബനപ്പൂക്കൾ കണ്ണീരുമായി ഞങ്ങളേകുന്നിതാ. അനശ്വരമായൊരു ദൈവരാജ്യത്തിൽ വിശുദ്ധ സിംഹാസനം
ലഭിച്ചിടുവാൻ അനശ്വരമായൊരു ദൈവരാജ്യത്തിൽ വിശുദ്ധ സിംഹാസനം ലഭിച്ചിടുവാൻ തൊഴുകൈയുമായി നിന്നു യാത്രയയക്കുന്നു വേദനയോടെ ഈ സോദരങ്ങൾ. തൊഴുകൈയുമായി നിന്നു യാത്രയയക്കുന്നു വേദനയോടെ ഈ സോദരങ്ങൾ. സോദരങ്ങൾ സോദരങ്ങൾ അന്തിമയാത്രയല്ലോ ഞങ്ങളേകുന്നിതാ വന്ദനം. ഹൃദയപൂർവം ചുംബനപ്പൂക്കൾ കണ്ണീരുമായി ഞങ്ങളേകുന്നിതാ. ഹൃദയപൂർവം ചുംബനപ്പൂക്കൾ കണ്ണീരുമായി ഞങ്ങളേകുന്നിതാ. അറിയാതെയോ അറിവില്ലാതെയോ ചെയ്ത തെറ്റുകൾ ദൈവം ക്ഷമിച്ചിടട്ടെ. അറിയാതെയോ അറിവില്ലാതെയോ ചെയ്ത തെറ്റുകൾ ദൈവം ക്ഷമിച്ചിടട്ടെ. ദിവ്യശരീരവും രക്തവുമാത്മീയ ഭോജനമാക്കിയ ദാസരോടായി. ദിവ്യശരീരവും രക്തവുമാത്മീയ ഭോജനമാക്കിയ ദാസരോടായി. ദാസരോടായി ദാസരോടായി അന്തിമയാത്രയല്ലോ ഞങ്ങളേകുന്നിതാ വന്ദനം. ഹൃദയപൂർവം ചുംബനപ്പൂക്കൾ കണ്ണീരുമായി ഞങ്ങളേകുന്നിതാ. ഹൃദയപൂർവം ചുംബനപ്പൂക്കൾ കണ്ണീരുമായി ഞങ്ങളേകുന്നിതാ. ഹൃദയപൂർവം ചുംബനപ്പൂക്കൾ